ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യവുമായി കേരള കോൺഗ്രസ്. ഏറ്റവും നിഷ്ഠൂരമായ ഒരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിൽ അടച്ചു എന്നുള്ള നിർഭാഗ്യകരമായ സംഭവം. അതിൽ ശക്തമായ പ്രതിഷേധം കേരള കോൺഗ്രസ് പാർട്ടി രേഖപ്പെടുത്തുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച 2 സിസ്റ്റേഴ്സും, സിസ്റ്റർ പ്രീതി മേരിയും അതുപോലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും, ഈ 2 സിസ്റ്റേഴ്സിനും ഇന്ന് സെഷൻസ് കോടതി വീണ്ടും ജാമ്യം നിഷേധിച്ചതായിട്ടാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് നിയമക്കുരുക്കിൽ ഇവരെ അകപ്പെടുത്തിയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് മോചനം കൊടുത്ത് രാജ്യത്തിന്റെ മതേതരത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ 2 സിസ്റ്റേഴ്സിനും ജാമ്യം കൊടുക്കാൻ നടപടി ഉണ്ടാകണം. ഇവരുടെ പേരിലുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുവാൻ തയ്യാറാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള ബഹുമാനനായ ശ്രീ ജോർജ് കുര്യൻ ന്യൂനപക്ഷ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഉള്ളപ്പോൾ കേരളത്തിലെ 2 സിസ്റ്റേഴ്സിന് ഇതുപോലെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതുവരെ ഒരു ഇടപെടലും ഫലപ്രദമായി ഉണ്ടായിട്ടില്ല. അവർക്ക് മോചനം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള യാതൊരു നടപടികളിലേക്കും വന്നിട്ടില്ല. ഇപ്പോൾ കോടതി തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നീതി നിഷേധിക്കുന്നതായിട്ട് തന്നെയാണ് കാണുവാൻ കഴിയുക. അപ്പം അതുകൊണ്ട് ഇവർക്ക് ജയിൽ മോചനം കൊടുക്കുവാനും നീതി ഉറപ്പാക്കുവാനും കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ കേരള കോൺഗ്രസ് പാർട്ടി അനിശ്ചിതകാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ബഹുമാനനായ ശ്രീ പി ജെ ജോസഫ് സാറ് ഇടുക്കി ജില്ലയിൽ നാളെ തൊടുപുഴയിൽ ഇടുക്കി ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇന്ന് ഈ ജില്ലാ യോഗത്തിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പ്രധാനമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കള്ളക്കേസ് പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിലും ഇന്ന് ഈ യോഗത്തിന് ശേഷം പാർട്ടിയുടെ നേതാക്കൾ പ്രകടനം നടത്തുകയും പ്രതിഷേധ സൂചകമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമാണ്.